നമുക്ക് ഉണ്ടാവുന്ന മോട്ടിവേഷന്റെയും ഡ്രൈവിന്റെയും ലെവൽ തീരുമാനിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഡോപ്പമിൻ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നോ കമ്പയർഡ് ടു നൗ. ഇപ്പോൾ ഉള്ളതിനെ സംബന്ധിച്ച് കുറച്ച് മുമ്പ് എത്രത്തോളം ഡോപ്പമിൻ ഉണ്ടായിരുന്നോ അതിനനുസരിച്ച് ഇരിക്കും നമ്മളെ മോട്ടിവേഷനും ഡ്രൈവും. കുറച്ച് മുമ്പ് വളരെ കുറവായിരുന്നു, ഇപ്പൊ നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല മോട്ടിവേഷൻ നല്ല ഡ്രൈവ്. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ തീരെ മോട്ടിവേഷൻ ഇല്ല, തീരെ ഡ്രൈവ് ഇല്ല. ഞാൻ ഒരു എക്സാമ്പിളോട് പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഒന്നും കഴിക്കാതെ വെക്കണം. അപ്പൊ ആ ഒരു ടൈമിൽ ഒരു പ്ലേറ്റിൽ നിങ്ങളുടെ മുമ്പ് കുറച്ച് ഈത്തപ്പഴം കൊടുന്നു വന്നു, ഡേറ്റ്സ്. അപ്പൊ ആ ഡേറ്റ്സ് കഴിക്കുമ്പോൾ അത്യാവശ്യം മധുരമുണ്ട്, നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ വിശന്ന് നിൽക്കുന്ന ടൈമാണ്. അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ ഐസ്ക്രീം കൊടുന്നു വന്നു. അപ്പൊ ഐസ്ക്രീം നിങ്ങൾ കഴിച്ചു, ഡേറ്റ്സ് കഴിച്ചതിന് ശേഷം അപ്പൊ അത് അതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ട്, അതിനെക്കാട്ടും മധുരമുണ്ട്. എന്നിട്ട് ഐസ്ക്രീം മാറ്റിയിട്ട് വീണ്ടും നിങ്ങൾക്ക് ഡേറ്റ്സ് കൊടുന്നു. എന്നിട്ട് നിങ്ങൾ ഡേറ്റ്സ് കഴിക്കുമ്പോൾ അത്ര മധുരമല്ല, അത്ര എൻജോയബിൾ അല്ല ആദ്യത്തെ അത്ര. ഇതിൽ നമുക്ക് ആ ഒരു കണക്ഷൻസിന്റെ ഒരു ഇത് മനസ്സിലാവില്ല. അതായത് ഫസ്റ്റ് നമ്മളെ ഒന്നും കിട്ടാത്ത സമയത്ത് ആ ഒരു ചെറിയ മധുരം പോലെ നമുക്ക് എന്താണ്, അതായത് തീരെ ഡോപ്പമിൻ ഇല്ലാത്ത സമയത്ത് കുറച്ച് ഡോപ്പമിൻ കിട്ടുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഡ്രൈവ്, ഒരു മോട്ടിവേഷൻ അത് കഴിക്കാനുള്ള, അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് അത് കഴിക്കാൻ തോന്നുന്നുണ്ട്. പിന്നീട് ഐസ്ക്രീം കഴിച്ചതിന് ശേഷം കുറച്ചും കൂടി വലിയ ഡോപ്പമിൻ കഴിച്ചതിന് ശേഷം പിന്നെ ഇതേ സാധനം വലിയൊരു എൻജോയബിൾ അല്ലാതാവുന്നു.